بلعق الأصابع والصحفة وقال إنكم لا تدرون في أيها البركة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയുണ്ടായി, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരലിലുള്ളതും അതുപോലെ പാത്രത്തിൽ ബാക്കിയുള്ളതുമായിട്ടുള്ള ഭക്ഷണത്തിന്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ അത് വൃത്തിയായി പൂർണ്ണമായി തുടച്ച്, വിരലിലുള്ളത് വായിൽ ഇമ്പിയെടുത്ത് അതുപോലെ തന്നെ പാത്രത്തിലുള്ളത് തുടച്ച് ഭക്ഷിക്കാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും ലാ തദറൂന ഫി അയ്യിഹാ അൽ ബറകതു. നിങ്ങൾക്കറിയില്ല ഏതിലാണ് ബറക്കത്തുള്ളത് എന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് പൂർണ്ണമായി ഭക്ഷണമെല്ലാം തുടച്ച് കഴിക്കണം, ഒന്നും അവശിഷ്ടങ്ങൾ ബാക്കിയാക്കാതെ അതെല്ലാം വൃത്തിയായി കഴിക്കണം എന്ന് പറഞ്ഞു. അതായത് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. അഥവാ നമ്മുടെ അസ്ബാബുകൾക്ക് അപ്പുറത്തേക്ക് അള്ളാഹു ഒരു കാര്യത്തിൽ വർധനവ് നൽകുന്ന, അതിൽ ഒരു പ്രത്യേകമായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്ന കാര്യമാണ് ബറക്കത്ത് പറഞ്ഞാൽ. അത് സമ്പത്തിലുണ്ടാകും, സമയത്തിലുണ്ടാകും, ഉറക്കത്തിലുണ്ടാകും, ആരോഗ്യത്തിലുണ്ടാകും, അതുപോലെ തന്നെ ഇബാദത്തുകളിലുണ്ടാകും, അങ്ങനെ ഓരോ മേഖലയിലും ഉണ്ടാവും. അപ്പോൾ ഭക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ഭക്ഷണത്തിന്റെ ഏത് ഭാഗത്താണ്, ഏത് അംശത്തിലാണ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്രയാണോ, അല്ലാതെ ഒരുപാട് ഭക്ഷണം കഴിക്കണം എന്നല്ല എന്റെ അർത്ഥം. കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏതിലാണ് ബർക്കത്ത് നമുക്കറിയില്ല. അപ്പൊ കഴിക്കുന്നത് പൂർണ്ണമായി വൃത്തിയായി കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ വിരലിലുള്ളതെല്ലാം നമ്മൾ വായിലിട്ട് ആ വിരലിലുള്ളതെല്ലാം നമ്മൾ തന്നെ കഴിക്കുകയും നമ്മുടെ പാത്രത്തിന്റെ ഭാഗമുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ളതെല്ലാം തുടച്ച് വൃത്തിയായി കഴിക്കുകയും ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതുപോലെ ഭക്ഷണ മര്യാദകൾ വേറെയും ഹദീസിന്റെ കിതാബുകളിൽ അദാബു തുആം എന്നുള്ള ബാബിൽ തന്നെ ധാരാളം ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പഠിക്കണം, സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ബറക്കത്ത് വളരെ വലിയൊരു കാര്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലഭിക്കുക എന്നുള്ളത് വലിയ തൗഫീഖുമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.